ആത്മീയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. You will excuse me, I really cannot say anything more in Malayalam, so allow me to speak in English. പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഓർമ്മയായി. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. 1942 പൂനെയിൽ ജനിച്ച അദ്ദേഹം ഫർഗൂസൺ കോളേജ്, ബോംബെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അത് കഴിഞ്ഞ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം PhD എടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു. മറ്റു വലിയ എല്ലാ അവസരങ്ങളും തിരിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇന്ത്യയിൽ ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അധ്യാപകനായി നീണ്ട 31 വർഷം അദ്ദേഹം അവിടെ തന്നെ പ്രവർത്തിക്കുന്നു. കൂടാതെ ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി ആക്ട് രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതും പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുലോചന ഫട്ടക്കും വലിയ ഒരു ശാസ്ത്രജ്ഞയായിരുന്നു. അവരും ഹാർവാർഡിൽ നിന്ന് തന്നെയാണ് PhD എടുത്തത്. അവർ നമ്മുടെ കാലാവസ്ഥ ശാസ്ത്രത്തിലെ ഒരു പ്രമുഖ ശാസ്ത്രജ്ഞയായിരുന്നു. എന്താണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനെ മറ്റു വലിയ ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ തലവനായിരുന്നു അദ്ദേഹം തലവനായ സമിതിയാണ് പശ്ചിമഘട്ടത്തെക്കുറിച്ച് ഏറ്റവും വിശദമായ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൻ്റെ മുകളിൽ ഒരു നടപടിയും നമ്മൾ സ്വീകരിച്ചില്ല. പകരം ആ റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് കാണുകയോ വായിക്കുകയോ ചെയ്യാത്ത എല്ലാ പ്രകൃതി ചൂഷകരും ചേർന്ന് വലിയ ബഹളമുണ്ടാക്കി. നമ്മൾ വായിച്ചു നോക്കിപ്പോലുമില്ല. ആ റിപ്പോർട്ട് നമ്മൾ തള്ളിക്കളഞ്ഞു. ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞതിൻ്റെ അനന്തരഫലമാണ് നമ്മളിപ്പോൾ കേരളത്തിൽ അനുഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊട്ടും അവാസ്തവമല്ല, അത് ഒരു സത്യമാണ്. അപ്പോൾ എന്താണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനെ മറ്റു ശാസ്ത്രജ്ഞരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത് മനുഷ്യസ്നേഹിയായിരുന്നു. ഈ മനുഷ്യസ്നേഹിയായിരുന്നു നമ്മൾ പറയുമ്പോൾ മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ മാത്രം സ്നേഹിക്കുക എന്നല്ല. മനുഷ്യൻ ഈ ജീവിക്കുന്ന പ്രകൃതിയുടെ ഭാഗമാണ്. ഈ പ്രകൃതി നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ മനുഷ്യവംശത്തിനും നിലനിൽപ്പുള്ളൂ. ഈ കഠിനമായ പ്രകൃതി ചൂഷണം ആണ് ഇന്ന് ലോകമാകെ പരിസ്ഥിതിയിൽ വരുത്തിയിരിക്കുന്ന വലിയ വ്യത്യാസങ്ങൾ. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും, ഇപ്പോൾ അമേരിക്കയിലാവട്ടെ അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലാവട്ടെ പരിസ്ഥിതി നാശം കാരണം വലിയ കാലാവസ്ഥാ വ്യതിയാനമാണ് ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ നമ്മൾ ഇപ്പോൾ കാണാത്ത കേൾക്കാത്ത ധാരാളം ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ കേട്ടിരുന്ന കാലിഫോർണിയയിലും യോക്കോഹാമയിലൊക്കെയാണ് ഈ ചുഴലിക്കാറ്റുണ്ടാകുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഇതൊരു സ്ഥിരം പ്രതിഭാസമായി മാറിയിരിക്കുന്നു. നമ്മുടെ കാലാവസ്ഥയും പരിസ്ഥിതിയും ആകെ താളം തെറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുന്നത്, എപ്പോഴാണ് കൊടുങ്കാറ്റ് വരുന്നത്, എപ്പോഴാണ് വരൾച്ച ഉണ്ടാകുന്നത് എന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലം. തിരുവാതിര ഞാറ്റുവേല നമ്മളിന്ന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് പണ്ട് ഏതൊരു സാമൂതിരി പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞു. തിരുവാതിര ഞാറ്റുവേല നമ്മളിൽ നിന്ന് മാറിക്കഴിഞ്ഞു. നമുക്കിപ്പോൾ എപ്പോഴാണ് മഴ വരുന്നതെന്നോ എപ്പോഴാണ് കൊടുങ്കാറ്റ് വരുന്നതെന്നോ എപ്പോഴാണ് വരൾച്ച ഉണ്ടാകുമെന്നോ പറയാൻ പറ്റാത്തൊരു സ്ഥിതിയായി. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ തന്നെ പരിസ്ഥിതിയുടെ ഒരു പ്രധാന ഫാക്ടർ പശ്ചിമഘട്ടമായിരുന്നു. അപ്പോൾ ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ച് വളരെ വർഷങ്ങളോളം പഠനം നടത്തി കൃത്യമായ ഒരു അനാലിസിസ് നമുക്ക് തന്നത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ്. അതിൽ ഞാൻ അദ്ദേഹം മനുഷ്യപക്ഷത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞത്, അതിൽ അദ്ദേഹം പ്രകൃതിയെ എങ്ങനെ നാശം വരുത്താതെ മനുഷ്യന് ഉപയുക്തമായ രീതിയിൽ പ്രയോജനപ്പെടുത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ എല്ലാ കാടും വേലിയിട്ട് ധരിക്കണം എന്ന് പറഞ്ഞില്ല. അതുപോലെ
ഒരു ജീവിയെയും കൊല്ലാതിരിക്കണം എന്ന് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് അതാത് ഗ്രാമപഞ്ചായത്തുകളിൽ ആണ് അവിടുത്തെ വികസന രീതി നിശ്ചയിക്കേണ്ടത്. അതുമാത്രമല്ല, എന്തൊക്കെ രീതിയിൽ നമുക്ക് ഈ പശ്ചിമഘട്ടം സംരക്ഷിക്കാമെന്നുള്ളതും വിശദമായിട്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ സമഗ്രമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഒരുതരം വരട്ട് വാദം ഗാഡ്ഗിൽ ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് അദ്ദേഹം നൽകിയൊരു അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞത്, ഇപ്പോൾ വനം സംരക്ഷിക്കണം, വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം, പക്ഷേ വന്യമൃഗങ്ങളുടെ കൂട്ടത്തിൽ ആ കാട്ടുപന്നി ഉൾപ്പെടുത്താൻ ഗാഡ്ഗിൽ തയ്യാറായില്ല. അദ്ദേഹം വളരെ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യനാണ്, അദ്ദേഹം ഒരു ഗാന്ധിയനാണ്. അദ്ദേഹം പറഞ്ഞാൽ അതൊരു വന്യമൃഗമായിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കില്ല, അതിനെ കള്ളിയണം, അതിൻ്റെ എണ്ണം ചുരുക്കണം, അത് വലിയ പ്രകൃതി നാശത്തിന് കാരണമാകുന്ന ഒരു മൃഗമാണ് എന്ന് അദ്ദേഹം വളരെ ഓപ്പണായിട്ട് പറഞ്ഞു. അതുപോലെ അതിനെ കൊന്ന് ഭക്ഷിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ലെന്നും പറയാനുള്ള ചങ്കൂറ്റം ഡോക്ടർ ഗാഡ്ഗിലിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വശത്ത് യാതൊരു തരത്തിലുള്ള മനുഷ്യപക്ഷത്തു നിന്നുള്ള ഒരിടപെടലും ഇല്ലാത്ത രീതിയിൽ ഒരു പ്രാകൃതമായ ഒരു കടുംപിടുത്തങ്ങളിൽ നിൽക്കുന്ന കുറേ ആളുകളും, തിരിച്ച് ഇപ്പുറത്ത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇതിനെല്ലാം ചൂഷണം ചെയ്യണം, എല്ലാ വനവിഭവങ്ങളും ഏറ്റവും കഠിനമായ രീതിയിൽ അത് ചൂഷണം ചെയ്യണമെന്നും അവിടെ നിന്ന് കോറി കൊണ്ട് ഈ പശ്ചിമഘട്ടം പൂർണ്ണമായിട്ട് കോറിവൽക്കരിച്ച് തീർക്കണമെന്നും ഒക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകളും, തിരിച്ച് അതിനെതിരെ ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്ന ആളുകളും, ഈ 2 തരം ആളുകളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഡോക്ടർ ഗാഡ്ഗിൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കൊണ്ട് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അതുപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സും എപ്പോഴും മനുഷ്യനോടും പ്രകൃതിയോടും ഒപ്പമായിരുന്നു. ഇപ്പോൾ ഏത് പ്രദേശത്താണെന്നുണ്ടെങ്കിലും അദ്ദേഹം അവിടുത്തെ സാധാരണ മനുഷ്യർ, അപ്പോൾ ഈ വനപ്രദേശങ്ങളിൽ അവിടുത്തെ ആദിവാസികൾ, ഗോത്രവർഗ്ഗങ്ങൾ, അതുപോലെ അവിടുത്തെ ഗ്രാമീണർ, അവരുമായിട്ടൊക്കെ ഇടപഴകി ജീവിച്ച് അവരുടെ പ്രകൃതി സംരക്ഷണ രീതികൾ കണ്ടുപഠിച്ച് അത് ലോകത്തിന് പകർന്നു കൊടുത്ത്, അതുപോലെ തന്നെ എന്താണ് കൃത്യമായിട്ട് ഒരു വനപ്രദേശം സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ ഒരു മലനിരകൾ സംരക്ഷിക്കാൻ എന്താണ് കൃത്യമായി വേണ്ടത്, അത് വളരെ ധൈര്യമായിട്ട് പറയുവാനും ഒരു പക്ഷത്തും നിൽക്കാതെ മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് പ്രവർത്തിച്ച ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹത്തെ പോലെ ഉള്ള മറ്റൊരാളെ നമുക്ക് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. അതുപോലെ വലിയ ആളുകൾ പലരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ചിപ്കോ ആന്തോളൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ള സുന്ദർലാൽ ബഹുഗുണ, അതുപോലെ തുടങ്ങി നമുക്ക് ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ അനേകം വലിയ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെ കാണുവാൻ സാധിക്കും. എന്നാൽ ഗാഡ്ഗിലിനെ പോലെ ഈ കാര്യങ്ങൾ സമഗ്രമായി പഠിക്കുകയും അതിനെ തികച്ചും തെളിമയോടെ കാണുകയും അവതരിപ്പിക്കുകയും ചെയ്ത മറ്റൊരാളെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഗാഡ്ഗിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. ആ ശ്രദ്ധിക്കാത്തതിൻ്റെ ദുരന്തങ്ങൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയെങ്കിലും ഗാഡ്ഗിൽ പറഞ്ഞ എന്താണെന്ന് വായിച്ചു നോക്കുവാനും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും തുടങ്ങുവാനും അധികാരികൾ തയ്യാറായാൽ മാത്രമേ നമ്മുടെ നാട്ടിനെ വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഇനിയെങ്കിലും മോചിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഗാഡ്ഗിലിനെ പോലുള്ള ഒരു വലിയ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ അവഗണിച്ചു എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. എന്നാൽ ഗാഡ്ഗിലാകട്ടെ ഒരു പരിഭവവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിത അന്ത്യം വരെയും ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. 2025 അദ്ദേഹത്തിൻ്റെ പത്നി സുലോചന ഗാഡ്ഗിൽ നിര്യാതയാവുന്നത്. അതിനുശേഷം ഒരു വിശ്രമ ജീവിതത്തിലായിരുന്നു പ്രൊഫസർ ഗാഡ്ഗിൽ. എന്നാലും ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലി.